ആർട്ടിഫിഷ്യൽ ലെതർ ആയിട്ട് വരുന്ന ഇതുണ്ട്, ഫാബ്രിക്കിന്റെ മൊത്തം സോഫകളാണ്. സോഫ അതിൽ പിന്നെ പ്രൊജക്റ്റുകളിലായിട്ട് ചെയേഴ്സ്, അതായത് ഹോട്ടൽ പ്രൊജക്റ്റുകൾക്കുള്ള ചെയേഴ്സ്, ഡൈനിങ് ചെയേഴ്സ്, അതേപോലെ റെക്ലൈനർ, അങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റും, അതായത് ഫുൾ കവേർഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലിലെല്ലാം, അതായത് ഈ ഫുൾ കവേർഡ് ആയിട്ടുള്ള കോട്ട്സ്, ബെഡ് കോട്ട്സ് എല്ലാം വരുന്നു. പുറത്ത് അതേപോലെ ഓസ്ട്രേലിയയിൽ മെൽബണിൽ നമുക്ക് ഒരു ഓൺലൈൻ പോർട്ടലായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അത് നന്നായി പോകുന്നുണ്ട് ബിസിനസ്. ഈ മോഡൽ വരുന്നത് ഇതും കുറച്ചും കൂടി സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് യൂസ് ചെയ്തേക്കുന്നത്. വളരെ ബെൻഡ് ചെയ്തെടുക്കാന്ന് പറഞ്ഞ് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ അത്. ഓക്കെ, അപ്പൊ അതിനെ ബെൻഡ് ചെയ്തെടുത്ത് ഫുള്ളി കവർ ചെയ്തെടുത്തേക്കാണ്. ഇത്രയും വൈഡായിട്ട് നമുക്ക് കിട്ടുന്നു. എക്സ്പോർട്ട് സ്റ്റൗണ്ടിലേക്ക് വരുമ്പോൾ ഒരു ബ്രാൻഡ് സ്റ്റോറി. നമ്മളൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ്. ഓൾ എക്സ്പോർട്ട് ചെയ്യുന്ന, അത് 2005 കമ്പനി ഫോം ചെയ്യുന്നത്. കസാറോ എന്നാണ് ബ്രാൻഡിന്റെ നെയിം. കസാറോ സോഫാസ് ആൻഡ് ഇന്റീരിയേഴ്സ് മെയിൻ ഹോൾസെയിൽ ഡിവിഷൻ തന്നെയാണ്. അതായത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, അതായത് സൗത്ത് ഇന്ത്യ മൊത്തം, പോണ്ടിച്ചേരി ഒക്കെ മൊത്തം നമ്മൾ പിന്നെ ഹോൾസെയിൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രീമിയം ഒരു ഷോപ്പിൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാവും. എല്ലായിടത്തും ഒരു ഷോപ്പിൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ എവിടെ പോയാലും, കർണാടക ആയാലും തമിഴ്നാട് ആയാലും ഒക്കെ, ആന്ധ്ര ആയി വരുന്നുണ്ട്. എന്നാലും ഈ പറഞ്ഞായിരിക്കും പ്രീമിയം ലീഡിങ് ഷോപ്പിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട്. അതേപോലെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയ, GCC കൺട്രീസ് ചെയ്യുന്നുണ്ട്, ന്യൂസിലാൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ മെയിൻ ഉള്ളത്. പിന്നെ നമ്മളെ മെയിൻ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ് നമ്മള്. പിന്നെ പ്രൊഡക്റ്റ് ഇപ്പോൾ ലെതർ സോഫ ആയിട്ടുള്ളതുണ്ട്. പിന്നെ അതെങ്കിൽ PU ആർട്ടിഫിഷ്യൽ ലെതർ ആയിട്ട് വരുന്ന ഇതുണ്ട്, ഫാബ്രിക്കിന്റെ മൊത്തം സോഫകളാണ്. സോഫ അതിൽ പിന്നെ പ്രൊജക്റ്റുകളിലായിട്ട് ചെയേഴ്സ്, അതായത് ഹോട്ടൽ പ്രൊജക്റ്റുകൾക്കുള്ള ചെയേഴ്സ്, ഡൈനിങ് ചെയേഴ്സ്, അതേപോലെ റെക്ലൈനർ, അങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റും, അതായത് ഫുൾ കവേർഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലിലെല്ലാം, അതായത് ഈ ഫുൾ കവേർഡ് ആയിട്ടുള്ള കോട്ട്സ്, ബെഡ് കോട്ട്സ് എല്ലാം വരുന്നു. ഇതുപോലെ കവർ ചെയ്ത് വരുന്നതാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും. സോഫ പിന്നെ അതിൽ ചില പാർട്ട് ഇപ്പൊ ആയിരിക്കുന്ന സോഫകളൊക്കെ അതൊക്കെ മഹാഗണി, അതൊക്കെ ടീക്കിലൊക്കെ വരുന്നതാണ്. ഇപ്പൊ ചില ലെഗ്സിന്റെ ഒക്കെ ചെയർസിന്റെ ഒക്കെ ലെഗൊക്കെ വരുന്നതൊക്കെ പിന്നെ മഹാഗണിയാണ്, ടീക്കാണ്. അതേപോലെ എല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ വുഡ് ആൻഡ് ടച്ച് ആയിട്ട് വരുന്നതുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓൺ ഡിസൈൻ പാർട്ടിൽ വലിയൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൺ ഡിസൈൻ ആണ്. നമ്മളെ പിന്നെ ഒരു ഇറ്റാലിയൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് എല്ലാം വരുന്നത്. ആളുകൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള കണ്ടംപററി സ്റ്റൈലുള്ള ആണ്. അങ്ങനെ ഒരു ബൾജി ആയിട്ടുള്ള സാധനങ്ങളല്ല, കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള മോഡൽസ് ആണ്. ഒരു 20 വർഷമായിട്ട് നമുക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയും ഒരു സൗത്ത് ഇന്ത്യ കവർ ചെയ്യുന്ന ബ്രാൻഡ് ഒരു മാനുഫാക്ചറിംഗ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ കൂടുതലും ചൈനീസ് പ്രോഡക്ട്സ് ഇങ്ങോട്ട് ഇറക്കുന്ന ഒരു സമയത്ത് GCC കൺട്രീസിലേക്ക് നമ്മളിപ്പോൾ റെഗുലറായിട്ട് നമുക്ക് ഒരു മാസം 1.5 മാസം കൂടെ നമ്മൾ കണ്ടെയ്നർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് അതേപോലെ ഓസ്ട്രേലിയയിൽ മെൽബണിൽ നമുക്ക് ഒരു ഓൺലൈൻ പോർട്ടലായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അത് നന്നായി പോകുന്നുണ്ട് ബിസിനസ്. നന്നായി പോകുന്നുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് ക്വാളിറ്റി തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം അതിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതൊരു പ്രീമിയം സെഗ്മെന്റുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഏറ്റവും നല്ല മെറ്റീരിയൽ, ഏറ്റവും നല്ല വുഡ്, ഏറ്റവും നല്ല പ്ലേറ്റ് എല്ലാം വെച്ച് എല്ലാവരും മിക്സ് ആയിട്ടുള്ളതാണ് ഒരു സോഫ എന്ന് പറയുന്നത്. ഏറ്റവും പ്രീമിയം പ്രൊഡക്റ്റ്
അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമുക്കൊരു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനി അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പ്രൊജക്ട് ആ ഒരു തീമിനനുസരിച്ച് നമ്മളോട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. തീർച്ചയായിട്ടും അതില് നമുക്ക് ചിലത് അവര് നമ്മളോട് ഒരു സജസ്റ്റ് പറയാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഡിസൈൻ, അവർ പറയുന്ന ഡിസൈൻ, അവർ പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കളറ് അതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ചിലർക്ക് ഇപ്പൊ അവർക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അവരുടെ ഡിസൈൻ പാടിൽ ചിലപ്പം അതിലൊരു മൈനസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കും. എന്നാലും അവർ പറയുന്ന ഒരു 99% അവർ പറയുന്നത് തന്നെയാണ്. അപ്പൊ അപ്പോഴാണ് അവർക്ക് ഒന്നും കൂടി അതിലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിട്ട് അവർ വരും. കാരണം നല്ല നല്ല ആർക്കിടെക്ട്സ് ആയിരിക്കും അവര് അത്രയും അത് ക്ലിയർ ചെയ്തിട്ടായിട്ടൊരു പ്രൊജക്റ്റ് കൊടുക്കും. അപ്പൊ അവർ പറയുന്ന ആർക്കിടെക്റ്റിന്റെ മനസ്സിലെന്താണോ ആ സാധനം നമ്മൾ ചെയ്തു കൊടുക്കും. ഇതാണ് അവർ ഒക്കെ നമുക്ക് കസാരയുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. എല്ലാ ലീഡിംഗ് ഷോറൂംസിലും കസാരയുടെ ലീഡിംഗ് ഷോറൂംസിലും അവൈലബിൾ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സിനെ പറ്റി ഇതിപ്പോ ഈ മോഡൽ വരുന്നത് 311 മോഡലാണ്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലെതറാണ്. മാർക്കറ്റിൽ അധികം കണ്ടു വന്നിട്ടില്ല ഈ ടൈപ്പില്. ഇതിപ്പം ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്. കുറച്ചുകൂടെ നമുക്കൊരു ഗ്ലേസിങ്ങും ഒരു മാറ്റ് ഫിനിഷും ആണ് ഈ ഇതിൽ കിട്ടുന്നത്. അതെ, അതൊരു കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീലാണ് ഈ ലെതറിൽ നമുക്ക് ഇത് നോക്കിയാൽ തന്നെ നമുക്കറിയാം. മൊത്തത്തിൽ അതിന് നല്ല രീതിക്ക് ഈ ഒരു ക്ലോത്ത് നല്ല ഇത് ചെയ്യുന്നു. ആ ഒരു പ്രോസസ് എനിക്ക് തോന്നുന്നു അതിന്റെ കൂടെ ആ ഒരു വുഡൻ ഫിനിഷ് വരുമ്പോഴത്തേക്കും ആ ഒരു കളർ മാച്ച് തന്നെ ഭയങ്കരമായിട്ട് ഏറ്റത്ത് എറിക്കുന്നുണ്ട്. ആ ഒരു ഐവറി വിത്ത് ആ ഒരു വുഡൻ ഫിനിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് കളർ ഓപ്ഷൻസ് നമ്മുടെ നിലവിൽ തന്നെ ഇവിടെ തന്നെ കിടപ്പുണ്ട്, അവൈലബിൾ ആണ്. കളർ വേരിയന്റ് ആണ് ഈ മോഡൽ വരുന്നത്. ഇതും കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് യൂസ് ചെയ്തേക്കുന്നത്. വളരെ ബെൻഡ് ചെയ്ത് എടുക്കാന്ന് പറഞ്ഞ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത്. അപ്പൊ അതിനെ ബെൻഡ് ചെയ്തെടുത്ത് ഫുള്ളി കവർ ചെയ്തെടുത്തേക്കാണ്. സാധാരണ ഇത്തരത്തിലുള്ള ഒരു ഹാൻഡ് ഡ്രസ് ഡിസൈൻ സാധാരണ അങ്ങനെ കാണാറില്ല, യുണീക്ക് ആയിട്ട് നമുക്ക് അതെ തീർച്ചയായിട്ടും. ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു വെറൈറ്റി കളറാണ്. ഒരു ഓഷൻ ഗ്രീൻ അങ്ങനെയൊക്കെ ഒരു മിക്സിങ് വരുന്ന കളേഴ്സ് ഇന്റീരിയറിൽ ചൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ലൈറ്റ് കൂടെ ഒന്ന് കയറുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ഈ ക്ലോത്ത് ഒന്ന് ഗ്ലോയിങ് ആവും, ഒന്ന് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും. നമ്മുടെ ഇന്റീരിയർ ലൈറ്റിംഗ് കൂടെ വരും. അതെ, ഇത് 3+2 ആണ് വരുന്നത്. നമുക്ക് അതിന് കസ്റ്റമൈസേഷൻ ചെയ്യാം. നമുക്ക് 3.2 ആണെങ്കിലും 3.11 ആണെങ്കിലും അവരുടെ സ്പേസിനനുസരിച്ച് പ്ലാൻ അനുസരിച്ച് നമുക്ക് ആ മോഡൽസ് ചെയ്യാം. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് സ്യൂഡ് എന്നാണ് നോർമലി നമ്മൾ ഈ മെറ്റീരിയലിനെല്ലാം പറയുന്ന സ്യൂഡ് ടൈപ്പ് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. ഇത് സ്യൂഡ് കുറച്ചും കൂടെ ഒരു മിക്സിങ് വരുന്ന ഒരു ക്ലോത്ത് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം, ഒരു കാണുമ്പോൾ നമുക്കിതൊരു ലെതർ
ടൈപ്പ് ആയിട്ട് തോന്നും, പക്ഷേ ലെതർ അല്ലാതെ ഒരു ഫാബ്രിക് ആണ്. അതെ, തൊട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു സോഫ്റ്റ്നെസ് മനസ്സിലാവുന്നത്. നേരെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അത് അങ്ങനെ തോന്നില്ല, കാരണം റെക്സിൻ ടൈപ്പ്, കാരണം കുറച്ചും കൂടെ ഒക്കെ ഒരു വെട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ കുറച്ചും കൂടി സോഫ്റ്റ്നെസ് ആണ്, ഭയങ്കര സോഫ്റ്റ്നെസ് ആണ് ഈ മെറ്റീരിയൽ. ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇത് ഇതൊരു കളർ കോമ്പിനേഷൻ ആണ്. ഇതിന്റെ സെൻട്രൽ ഭാഗത്ത് ഇപ്പോ അടുത്ത് വേറൊരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതും ലെതറായിട്ട് തന്നെയാണ്, പക്ഷെ അതിന്റെ അകത്ത് കുറച്ചും കൂടി ഡിസൈൻ വർക്ക് വരുന്നുണ്ട് ഒരുപാട്. യൂഷ്വലി എല്ലാം ഒരു സിംഗിൾ കളറിൽ പോകുന്ന Single colour തന്നെ. അതിനൊരു കോമ്പിനേഷൻ, ഒരു ടെക്സ്ചർ, ഒരു ഡിസൈനും കൂടിയാണ്. അതെ അതെ. ഇത് വേറൊരു നമുക്ക് പറയുകയാണെങ്കിൽ കുറച്ചും നമ്മള് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഫാബ്രിക് കുറച്ചും കൂടെ ഒരു ട്രെൻഡി ആയിട്ട് വരുന്നുണ്ട് ഈ മെറ്റീരിയൽ. ഒരുപാട് കളർ വേരിയൻസ് നമ്മുടെ നിലവിലുണ്ട്. പിന്നെ ഇറങ്ങിയ മോഡൽസുകളിൽ നമ്മൾ ഇതിന്റെ ഒരുപാട് റേഞ്ച് ഷെയ്ഡ്സ് നമ്മൾ ഇറങ്ങി. അധികം ആരും അങ്ങനെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് ഈ എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാ ഷോപ്സിലെല്ലാം അവൈലബിൾ ആണ്. ഒട്ടുമിക്ക നമ്മുടെ കൗണ്ടേഴ്സിലെല്ലാം നമ്മുടെ മിക്ക മോഡൽസുകളും അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഇവിടെ ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലെഗ് ടച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ലെതറാണ്. ലെതർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും അഴുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളതിന് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ലെതറും ഇത് ഈ ഭാഗത്ത് ഫാബ്രിക്, ഈ ഒരു ബോട്ടം ഭാഗത്ത് മാത്രം ലെതറാണ്. അവിടെ നമുക്ക് എപ്പോഴും അഴുക്കാവാൻ ചാൻസ് കൂടുതൽ വരുന്നത് ആ ഭാഗത്താവും. അപ്പൊ അവിടെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഹെഡ് ഓഫ് സ്റ്റാറ്റിക്സിബിൾ ആണ്. നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് കിട്ടും. അവിടെ റിക്ലൈനർ ഇപ്രാവശ്യം നമ്മൾ ലോഞ്ച് ചെയ്തൊരു ഹൈലൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് വരുന്നതിനെല്ലാം ഒരുപാടൊന്നും ചെലവ് ഇത്രയും വൈഡായിട്ട് നമുക്ക് മാത്രമല്ല ഈ ഒരു പോർഷനില്ലേ, ഈ ഒരു പോർഷൻ എക്സ്ട്രാ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്, മടങ്ങി പോവാണ്. അതെ, സാധാരണ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും മാക്സിമം നമ്മുടെ ഇത്രയും പീസ് വരും. ഇത് എക്സ്ട്രാ ഒരു സപ്പോർട്ടിനായിട്ട് അതും കൂടെ വരുന്നു. ഇത് നോർമലായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് അകത്തോട്ട് തന്നെ അങ്ങ് മടങ്ങി. സാധാരണ എനിക്ക് തോന്നുന്നു നമ്മൾ ആ റിക്ലൈനർ ഇത് ഇങ്ങനെ ഉയർന്നു വരികയാണെങ്കിലും നമ്മുടെ ആ ഫൂട്ടിന്റെ ആ ഒരു പോർഷനിൽ നമുക്ക് സപ്പോർട്ട് വരെ കിട്ടും. ആ ഫൂട്ടിന് തൊട്ട് മുകളിൽ വരെ അത് കിട്ടും. അതാകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ബെഡിൽ നമുക്ക് കിടക്കുന്നത് ആ ഒരു ഫീൽ കിട്ടും. എസ്പെഷ്യലി നമ്മൾ ഇത്രയും അത് വൈഡായിട്ട് അത് ഓപ്പൺ ആവുന്നുണ്ടല്ലേ. അതെ, കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു റിക്ലൈനർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത്. വെച്ച് കാണാം. പേര് പേരാണ് ആരും